ഇത് കഴിക്കാത്ത ആൾക്കാർ കുറവാണ് അല്ലേ. മരത്തിൽ ഇങ്ങനെ തൂക്കിടക്കുന്നത് കാണുമ്പോഴും നല്ല ഭംഗിയാണ്. ഇരുമ്പമ്പുളിയും കൊണ്ട് നല്ല നാടനൊരു അച്ചാറാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കടായി അങ്ങോട്ട് വെക്കുകയാണ്. നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് കുറേശ്ശെ വിതയിട്ട് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ, കാരണം ഇതിനകത്ത് ആ വെള്ളം ഒന്ന് മാറിയ ശേഷം ഇത് കോരി കൊടുക്കുക. രണ്ടാമത്തെ കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ എണ്ണ കുറച്ച് ഞാൻ മാറ്റാണ്. കടുക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉലുവായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉലുവാപ്പൊടി, കായപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു അരക്കപ്പ് വിനാഗിരിയും കൂടെ ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരണം. ഇതിനെല്ലാം കൂടെ ആവശ്യമുള്ള ഉപ്പുപൊടി ചേർക്കുക. ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ശർക്കരയും കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു നല്ല വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഇരുമ്പുളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. വലിയ കാശ് മുടക്കൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രുചികരമായ ഒരു ഐറ്റമാണിത്. ഇനി ഇത് അടുപ്പത്തിരിക്കേണ്ട കാര്യമില്ല. അടുപ്പങ്ങ് നിർത്തി ഉടനെ എടുക്കല്ലേ. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അച്ചാറെടുക്കാവുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ബീഫ്, മീൻ, പിന്നെ മാങ്ങ, നെല്ലിക്ക, നാരങ്ങ, മസാലപ്പൊടി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി.